വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഉമാറിന്റെ അകത്തിരിക്കേണ്ട ആവശ്യം എന്താ? ഇത് അവതരിപ്പിക്കേണ്ട ആവശ്യം എന്താ? കഴിഞ്ഞ തവണ ഇവിടെ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ നമ്മുടെ IM വിജയൻ സ്റ്റേഡിയം, കുടിവെള്ളം, ഭവന പദ്ധതി, വിവാഹ സഹായം, അതിലെല്ലാം തന്നെ കഴിഞ്ഞ തവണ വകയിരുത്തിയെങ്കിലും ഒന്നും നടപ്പിലാക്കാതെ വീണ്ടും അതേ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊരു ബഡ്ജറ്റാണോ അതോ ഇതൊരു വിലാപകാവ്യമാണോ എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം നമുക്കറിയാം, ഈ ബഡ്ജറ്റൊക്കെ നമ്മുടെ കോർപ്പറേഷനിലെ ജനങ്ങളെ മുമ്പിൽ ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കാര്യം മാത്രമാണ്. അതിന്റെ അപ്പുറത്തിരുന്നു കൊണ്ട് കണ്ണംകുളത്തെയും അതേമാതിരി തൃശ്ശൂർ ഏരിയ സെക്രട്ടറിയുടെ കാടയും കൂടയും എല്ലാം ഇരുന്നു കൊണ്ട് കിട്ടാനുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മഹാഭാരതത്തിൽ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു യുദ്ധം നയിച്ച കഥ നമുക്കറിയാം. ഇവിടെ ആ ശിഖണ്ഡിയുടെ റോൾ അഭിനയിക്കുന്നത് MK വർഗീസ് ആണ്. MK വർഗീസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അടിവശത്തുനിന്ന് ഈ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ അടിവാരം വരെ കൈക്കൂലിയായി വാരിയെടുക്കുന്ന ഒരു ഭരണമാണ് മാർക്സിസ്റ്റ് പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവർ പറയാം, സംസ്ഥാനത്തേതുപോലെ തൃശ്ശൂരും തുടർഭരണം ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ തീരുമാനിച്ചു വച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. പ്രിയപ്പെട്ട, നമുക്കറിയാം, ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതാണ്ട് 1215 കോടി രൂപയുടെ ബഡ്ജറ്റാണ്. അത് തന്നെ സ്വപ്ന പദ്ധതിയാണ്. ശ്രീ രഘു ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിൽ 1197 കോടി രൂപയാണ് ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നത്. ചിലവായിൽ പോകുന്നത് വേറെയാണ്. ഏതാണ്ട് 18.5 കോടി മിച്ച ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ തവണത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പാർലമെന്റിലൊക്കെ ചെയ്യുന്ന പോലെ കഴിയുമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ നടപ്പിലാക്കി, ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഈ തൃശ്ശൂരിന്റെ ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് അഭിമാനമുണ്ടെങ്കിൽ പറയാൻ സാധിക്കുമല്ലോ. എന്തൊക്കെ നടപ്പിലാക്കിയെന്നും എന്തൊക്കെ നടപ്പിലാക്കിയില്ല എന്നും. ഒന്നും തന്നെ നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് കഴിഞ്ഞ ബഡ്ജറ്റിന്റെ ഒരു കാര്യങ്ങൾ പോലും ഈ ബഡ്ജറ്റിൽ പരാമർശിക്കാതിരിക്കുന്നത്. പ്രിയപ്പെട്ട, നമുക്കറിയാം, ഇവിടെ പറഞ്ഞു എന്താ, ഞങ്ങൾ തൃശ്ശൂർ നഗരത്തിനെ ചൂണ്ടൽ മുതൽ മണ്ണുത്തി വരെ റോഡ്, എലിവേറ്റർ ഹൈവേ നിർമ്മിക്കുന്ന ഇവന്റെ തറവാട്ടിൽ നിശ്ചയിക്കേണ്ട കാര്യം അത്. ദേശീയപാതയെ സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി ഇല്ലേ, കേന്ദ്ര ഗവൺമെന്റ് ഇല്ലേ, അപ്പുറം സംസ്ഥാന ഗവൺമെന്റ് ഇല്ലേ? ഇവരൊന്നും അറിയാതെ MK വർഗീസും കൂട്ടരും ചൂണ്ടൽ പഞ്ചായത്തിൽ നിന്ന് വേറെ 2-3 പഞ്ചായത്ത് ക്രോസ് ചെയ്ത് തൃശ്ശൂർ കോർപ്പറേഷന്റെ മീതെ കൂടെ ഒരു എലിവേറ്റർ ഹൈവേ, ഇതാണ് പറയുന്നത്. നമുക്കറിയാം, ഈ തൃശ്ശൂരിന് വികസനത്തിന് വേണ്ടിയിട്ട് തൃശ്ശൂരിന് വികസന നായകനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോയ സമയത്ത് അവതരിച്ച വികസന മേഖല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എലിവേറ്റർ ഹൈവേ. മറ്റൊരു കാര്യം, MK വർഗീസ് അവതരിപ്പിച്ച മുന്നണി ഇവിടെ അവതരിപ്പിച്ച വൈസ് മേയർ അവതരിപ്പിച്ചിട്ടുള്ള ആ മോണോ റെയിൽ പദ്ധതി. എന്താ മോണോ റെയിൽ? നമുക്കറിയാം, ആകാശത്തിലൂടെ തൂങ്ങിക്കിടന്ന് നമ്മളെ വവ്വാല് പോണ മാതിരിയാ, വവ്വാല് മരത്തോ തൂങ്ങിക്കിടക്കണ മാതിരി തൂങ്ങി ഓടുന്നതുണ്ട്. അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ എവിടെ സാധിക്കും? മെട്രോ നഗരങ്ങളിൽ. ഏതാ മെട്രോ നഗരം? 10 ലക്ഷം ജനസംഖ്യ. തൃശ്ശൂരിന്റെ ജനസംഖ്യ എത്രയാ? 3 ലക്ഷം. അപ്പൊ നടപ്പിലാക്കാൻ കഴിയാത്തൊരു പദ്ധതി കടലാസ് എഴുതി വെച്ച് 8000 കോടി രൂപയുടെ ബഡ്ജറ്റ്, അതിൽ 3500 വേറെ വഴിക്ക്, 4000 കേന്ദ്രം. തറവാട്ടിൽ നിർത്തി കൊണ്ടുവരിക. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയുമായി വരുമ്പോൾ അത് അവരുമായി ചർച്ച ചെയ്യണം. ഞങ്ങൾക്ക് ഇവിടെ വ്യക്തമായി പറയാം, ശ്രീ രഘുവിടെ സൂചിപ്പിച്ചു, ഏതാണ്ട് 400 കോടിയിൽ പരമാണ് അമൃത് പദ്ധതി ഭാഗമായിട്ട് തൃശ്ശൂർ നഗരത്തിലെ റോഡ്, ഡ്രെയിനേജ്, അതുപോലെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരുന്നത്. അതിന്റെ പകുതിയും ഇന്ന് ലാപ്സ് അയക്കുകയാണ്. മാർച്ച് 31 കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, കുറച്ച് റോഡൊക്കെ മിനുക്കി പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും വീതി കൂട്ടാൻ ശ്രമിച്ചിട്ടില്ല. ഡ്രെയിനേജ് നമുക്കറിയാം, മഴ പെയ്ത് കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. കുടിവെള്ളം, നമ്മളെല്ലാം തൃശ്ശൂർ നഗരം ജീവിക്കുന്ന ആളുകളാണ്. ശുദ്ധജലമാണോ അതോ ഡ്രെയിനേജ് വെള്ളമാണോ നമ്മുടെ പൈപ്പിലൂടെ വരുന്നത്? ഏതാണ്ട് ചായ തിളപ്പിച്ചാറ്റിയെടുത്താൽ എങ്ങനെ ഇരിക്കും നിറം, അതാണ് നമുക്ക് ലഭിക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥ. ഒരു മാറ്റം ഉണ്ടാകണ്ടേ? കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റ് അടിച്ചെടുത്തിട്ട് കഴിഞ്ഞ കാല പൈപ്പുകൾ അതേപോലെ നിർത്തിക്കൊണ്ട് ഇവിടെ മോശമായ വെള്ളം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് അവർ നടപ്പിലാക്കിയത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ബഡ്ജറ്റിലൂടെ അവര് പറയാൻ ആഗ്രഹിച്ചത് അമൃത് പദ്ധതി നടപ്പിലാക്കുന്നത് പറയുമ്പോൾ ആ പണം ആരുടെയാ? നരേന്ദ്രമോദി കൊടുത്തതാണ്. സുരേഷ് ഗോപി ബംഗാളിയല്ല, കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ കൊടുത്തതാണ്. പക്ഷേ നമുക്കറിയാം, ഇവിടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം നടക്കുമ്പോൾ മോഡി കൊടുത്ത പണം കൊടുത്ത ആ പദ്ധതിയുടെ ഒരു ഉദ്ഘാടനത്തിന് മോഡിയുടെ ചിത്രം വയ്ക്കാനോ മോഡിയുടെ പാർട്ടിയുടെ പ്രതിനിധി നിയമിക്കുവാനോ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ഇവിടെ ശക്തൻ മാർക്കറ്റില് മത്സ്യ മാർക്കറ്റിന് വേണ്ടി ശ്രീ സുരേഷ് ഗോപി പണം കൊടുത്തു. ആ പണത്തിൽ 1 കോടിയധികം രൂപ
ഇന്നും 10-30 കോടി രൂപ വേസ്റ്റായി ലാപ്സായി കിടക്കുകയാണ്, ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതല്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിയണം. ഈ സമരം ഒരു സൂചനാ സമരമാണ്, ഇതൊരു സൂചനാ സമരമാണ്. ഞങ്ങൾക്കറിയാം ഇവരെങ്ങനെ നേരെ കൊണ്ടുവരുന്നത്. അപ്പുറത്തുണ്ട് ഒരു കൂട്ടര്, ആരാ? പ്രതിപക്ഷം, പരസ്പരം പുറഞ്ചൊറിഞ്ഞു കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരുമാണ് നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പരസ്പരം പറയുന്നത്. ഞങ്ങൾ ഇതാ എതിർക്കുന്നു. കാരണം എന്താ? ഭരണം വരും, പല്ലൻ മേയറാവണം. നമുക്കറിയാം, പല്ലൻ മേയറായിരുന്നപ്പോൾ നമ്മുടെ വീടിന്റെ പടിക്കൽ വെള്ളം മുടങ്ങിയപ്പോൾ ലോറിയിൽ കൊണ്ട് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ലോറിയുടെ നമ്പർ എഴുതി വെച്ചു. വിജിലൻസ് അന്വേഷിച്ചപ്പോ എന്താ? അത് ലോറിയല്ല, സ്കൂട്ടറിന്റെ നമ്പറാ. സ്കൂട്ടറിലാണ് 10,000, 15,000, 20,000 ലിറ്റർ അടിച്ചിട്ട് പണം എടുത്തത്. എന്താടോ ആ വിജിലൻസ് കേസ് ഇന്നും പ്രതിയായി കോടതിയിൽ അയാളെ പ്രതിയെടുത്ത് കേസെടുക്കാൻ തയ്യാറാവാത്തത്? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പുറഞ്ചൊറിഞ്ഞു കൊടുക്കുക. കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്സുകാരനെയും, കോൺഗ്രസ്സുകാരനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും. നീ കട്ടത് ഞാൻ മിണ്ടില്ല, ഞാൻ കട്ടത് നീയും മിണ്ടണ്ട. ഇതാണ് ഇവരുടെ തമ്മിൽ രഹസ്യധാരണ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, ഈ 4 പേരാണ് ഈ കോർപ്പറേഷനകത്ത് നമ്മളെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നാം പഠിച്ചിട്ടില്ലേ കഥകൾ? രാജാവ് നഗ്നാണെന്ന് പറയാൻ തയ്യാറായത് ഒരു പിഞ്ചു ബാലനാ. രാജാവ് തുണി ഉടുത്തിട്ടില്ല, ഇവിടെ അഴിമതി നടക്കുന്നു എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള 6 പേര് അതിനകത്തുണ്ടെങ്കിൽ അടുത്ത നവംബറോട് കൂടി ഈ 6-നെ 36 ആക്കാനുള്ള കരുത്ത് നമ്മൾക്കുണ്ട് എന്ന് ഈ മേയറും കൂട്ടരും അറിഞ്ഞിരിക്കണം. മാർക്സിസ്റ്റ് പാർട്ടി അറിഞ്ഞിരിക്കണം. നിങ്ങള് പറയാറില്ലേ, കട്ട് തിന്ന് നേരം വെളിച്ചായപ്പോഴും കട്ടുകൊണ്ടിരിക്കുക, സൂര്യൻ ഉദിക്കുന്ന അറിയുന്നില്ല എന്ന് പറയുന്ന പോലെ ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുന്നുണ്ട്. ഈ പകലും ഈ മോഷണം നിങ്ങൾ തുടർന്നാൽ, ഇത് കട്ടുതിരി തുടർന്നാൽ ജനങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാവും. ആ പ്രതികരണത്തിന്റെ സൂചകമാണ് ഞങ്ങളുടെ 3 മണ്ഡലം സമിതി നടത്തിയിട്ടുള്ള ഈ മാർച്ച്. ഈ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ സമര ഭടന്മാരെയും പാർട്ടിയുടെ ജില്ലാ സമിതിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. സമരം ഇവിടെ സമാപിക്കുന്നതിന് വേണ്ടി ആരാധനായ ജില്ലാധ്യക്ഷനെ ക്ഷണിച്ചോളൂ. ഭാരത് കത്തിക്കും ബജറ്റ് ഞങ്ങൾ കത്തിക്കും. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരതീയ ജനതാ പാർട്ടി കി. കത്തിക്കും ബജറ്റ് ഞങ്ങൾ കത്തിക്കും. ബജറ്റ് ഞങ്ങൾ കത്തിക്കും. കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ. ജനദ്രോഹ ബജറ്റ് കത്തട്ടെ. കത്തി തീരട്ടെ. കത്തട്ടങ്ങനെ കത്തട്ടെ. ജനദ്രോഹ ബജറ്റ് കത്തട്ടെ. കത്തി തീരട്ടെ. കത്തട്ടങ്ങനെ കത്തട്ടെ. കോർപ്പറേഷൻ ബജറ്റ് കത്തട്ടെ. കത്തി തീരട്ടെ. ജയ് ജയ് ബിജെപി. ജയ് ഭാരത് മാതാ. ജയ് ഭാരത് മാതാ.